ഹായ് ഡിയർ സ്റ്റുഡൻസ്, സൈലമീൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അക്കാഡമിക് ഇയറിലെ വളരെ പ്രധാനപ്പെട്ട ഇവന്റ്സ് ആണ് GIB എന്ന് പറയുന്നത്. നമ്മൾ അത്രയും പഠിച്ചു വെച്ചത് എക്സാമിലേക്ക് എഴുതുന്ന സമയത്ത്, എക്സാമിലേക്ക് ഓർത്തെടുത്ത് നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുക GIB എഴുതുമ്പോഴാണ്. മാത്രമല്ല അതിൻ്റെ പേപ്പർ ഡിസ്കഷനും അതേപോലെ റിസൾട്ട് വരുമ്പോഴൊക്കെയാണ് നമ്മൾ അതുവരെയുള്ള ഒരു അക്കാഡമിക്സ് എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ അനലൈസ് ചെയ്യുക. സോ GIB നിങ്ങൾ എഴുതി കഴിഞ്ഞു, അതിൻ്റെ പേപ്പർ സൊല്യൂഷനൊക്കെ നിങ്ങൾ കണ്ടു. നീറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സ് കുറച്ച് സ്റ്റാൻഡേർഡ് പേപ്പർ ആയിരുന്നു, പല കുട്ടികൾക്കും ഫിസിക്സ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ കുട്ടികൾ കമൻറ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ ആ ഒരു കാര്യങ്ങൾ അടുത്ത എക്സാമിലേക്കാണ് നിങ്ങളത് യൂസ് ചെയ്യേണ്ടത്. അപ്പം GIBയുടെ റിസൾട്ട് ഔട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് യൂസ് ചെയ്തിട്ടോ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും റിസൾട്ട് ചെക്ക് ചെയ്യുക. റിസൾട്ട് നോക്കിയിട്ട് എവിടേക്കാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യുക, എന്നിട്ട് അത് അടുത്ത എക്സാമിലേക്ക് യൂസ്ഫുൾ ആയ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ GA സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വർഷത്തെ നമ്മൾ എല്ലാ വർഷവും CBT മോഡൽ എക്സാംസ് നടത്താറുണ്ട് ഓൾ കേരള. ഈ വർഷത്തെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം CBT മോഡൽ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആദ്യമായിട്ടാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്, JEE സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ചെയ്തത്. കാരണം കഴിഞ്ഞ GIB CBT മോഡൽ അല്ലായിരുന്നു. ഈ പ്രാവശ്യത്തെ GIB ആണ് ഈ അക്കാഡമിക് ഇയറിൽ JEE സ്റ്റുഡൻസ് എഴുതിയ ആദ്യത്തെ CBT മോഡൽ എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പോൾ അത് എന്തായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ്, അതെങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ വേഗം നിങ്ങൾ റിസൾട്ട് ചെക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.